മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, എലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. ആ കമ്പനിക്ക് നൽകിയിരിക്കുന്ന പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ വിശദമായ പഠനം നടത്തി വീണ്ടും ആരംഭിക്കാനൊന്നും നടക്കില്ല. അവിടെ കുടിവെള്ളം പോലും കിട്ടാൻ ജനങ്ങൾ കഷ്ടപ്പെടുന്ന, രണ്ടാം കൃഷി നടത്താൻ കഴിയാത്ത ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കുവാനാണ് പറയുന്നത്? അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കാക്കാതെ ഇത് അഴിമതിക്കും കൊള്ളയ്ക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ നടത്തിയ പരിപാടിയാണ്. അതിനാണ് ഞങ്ങൾ ഏറ്റവും ശക്തമായി എതിർത്തത്. രാജ്യമട സമരം നടത്തി കൊക്കക്കോള കമ്പനി പൂട്ടിച്ച ആളുകളാണ് ഇപ്പൊ ഇവിടെ ഇതെല്ലാം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരും. തീർച്ചയായിട്ടും ശ്രീ രമേശ് ചെന്നിത്തല, സർക്കാരിന് പല വാദങ്ങളുണ്ടായിരുന്നു. ജല ദൗർലഭ്യം ഉണ്ടാകില്ല, കാരണം മഴവെള്ളം സംഭരിക്കും, അതിനുള്ള പ്ലാന്റുകളുണ്ട്, റീയൂസ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ മാലിന്യം പ്രദേശത്ത് തള്ളില്ല, അതിനൊക്കെയുള്ള വിശദമായ പദ്ധതി ഉണ്ട് എന്നൊക്കെയായിരുന്നു വാദം. അത് ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഹൈക്കോടതിക്ക് ബോധ്യം ജനങ്ങൾക്കാർക്കും ബോധ്യപ്പെട്ടില്ല. അവർക്ക് മന്ത്രിക്കും അവിടുത്തെ CPM നേതാക്കൾക്കും മാത്രമേ ബോധ്യപ്പെട്ടുള്ളൂ. അതാണല്ലോ കോടതി അതിനെ റദ്ദാക്കിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും നടക്കില്ല. ഇത് വൻ അഴിമതിയാണ്. വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.